ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി ഇട്ടൊരു നാടൻ മീൻ കറിയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് മീൻ കഴുകാം. വെട്ടിക്കഴുകിയ മീനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇത് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഇഞ്ചി, കൊച്ചുള്ളി, ചെറിയ കൂട്ടം സവാള, അതുപോലെ തന്നെ വെളുത്തുള്ളി. തക്കാളി ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ പുളി ഒരു 4 കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുളി എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് മുറിക്കണം. കാരണം എങ്കിൽ മാത്രമേ ഇത് ചാറ് ഇങ്ങനെ ഇറങ്ങത്തുള്ളൂ. ഇത് മീൻകറി തയ്യാറാക്കുന്നതിന് മുമ്പിട്ട് തന്നെ റെഡിയാക്കി വെക്കേണ്ട കാര്യമാണ്. അവസാനം നമുക്ക് ഒഴിക്കാനുള്ളതാണ്. പലരും മീൻകറിക്ക് തക്കാളി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ തക്കാളി എടുത്തു കഴിഞ്ഞാൽ മധുരം കൂടുതൽ വരികയും ചെയ്യും, പുളി കൂടുതൽ വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പുളി അധികമായി നമുക്ക് തോന്നും. നമ്മൾ കൊച്ചുള്ളി എടുക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് എടുക്കണം. അതായത് ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്ക് മൂപ്പിക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും. അതേപോലെ തന്നെ സവാള അരിയുമ്പോഴും നമ്മൾ ചെറുതായിട്ട് വേണം അരിയാൻ. ഒരുപാട് സവാള എടുക്കരുത്, കാരണം ഒരുപാട് സവാള എടുത്തു കഴിഞ്ഞാൽ മധുരിക്കും. ഇഞ്ചി എടുക്കുമ്പോഴും അതുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഒരുപാട് കേടുള്ള ഇഞ്ചി എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം ഒരുപാട് കേടുള്ള ഇഞ്ചി ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ചവപ്പ് ഫീൽ ചെയ്യും. ഇഞ്ചിയും ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്കവാറും ഉള്ളവരെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കും. പക്ഷേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതാകുമ്പോൾ ഒരു നാടൻ ശൈലിയിൽ തന്നെ ചെയ്യുമ്പോഴേ, കല്ലിൽ തന്നെ അരയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു രുചി കിട്ടും. നല്ലതായിട്ട് അരയുന്നത് മിക്സിയിലാണെങ്കിൽ തന്നെയും അത്രയും നമുക്കൊരു ചതച്ചെടുത്താൽ മതി. ഏകദേശം ഈ ഒരു പരുവം കിട്ടിയാൽ മതി നമുക്ക്. ഈ മീൻകറി വെക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു പാൻ എടുക്കാം. അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ചെറിയ അടുപ്പാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെള്ളമയം പൂർണ്ണമായും മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിക്കാവൂ. വെളിച്ചെണ്ണ നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കടുകിടാം. പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞില്ലേ നേരത്തെ, അതും കൂടെ ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി സവാള അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരുതരം ചുവപ്പ് കളർ ആവണം. അതുവരെ നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കൊച്ചുള്ളിയും അതുപോലെ തന്നെ ചെറിയ കൂട്ട സവാളയും നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ഇതിലേക്ക് തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി ഇടാം. 2 സ്പൂൺ മാത്രമേ ഉപയോഗിക്കാവൂ.
ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇപ്പോഴേ ഇടേണ്ട ആവശ്യമില്ല. മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചൂടാക്കാനുണ്ട്. അതായത് ഉലുവ, ഇഞ്ചി ഒന്ന് ചൂടാക്കാം. അപ്പം നേരത്തെ ഉപയോഗിച്ച പാൻ കഴുകണമെന്നൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, കുറച്ച് മതിയാകും. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത് രണ്ടും പാനിലാക്കി ഇടുക. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇടാം. ഉലുവാപ്പൊടി നമുക്ക് കൂടുതൽ ഇടണമെന്നില്ല, ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. കാരണം ഉലുവാപ്പൊടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ കയ്പുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഉലുവാപ്പൊടിയും കൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. വെളുത്തുള്ളി, ഇഞ്ചിയും ഉലുവാപ്പൊടി മൂത്ത് കഴിഞ്ഞ് നമുക്കിതിനകത്തോട്ട് കറിവേപ്പില ഇടാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കാം. എപ്പോഴും ചെയ്യുമ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരുപാട് മൂത്ത് പോകും. മൂത്ത് കഴിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഓക്കെ, നമുക്കിനി അടുത്തതായി ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂപ്പിച്ചില്ലായിരുന്നു, ഉള്ളിയായിട്ട് ചേർത്ത്, അത് ചട്ടിയിലേക്ക് ഇടുക. ചട്ടി ചൂടായതിന് ശേഷം മാത്രമേ ഇടാവൂ. കാരണം നമ്മൾ നേരത്തെ ഒരുപാട് വെളിച്ചെണ്ണകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം മൂപ്പിക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ച്, അതുപോലെ തന്നെ മീൻ വെട്ടിക്കഴി വെച്ചപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച്. അതായത് ഇച്ചിരി നൊന്ത മീനൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും, കാരണം കുറച്ച് കട്ടി കൂടാനായിട്ട്. ഇതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടില്ല, മഞ്ഞൾപ്പൊടി നമുക്ക് ഇടാം. ഇത് ഒന്നും കൂടെ മൂപ്പിക്കണം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ നേരത്തെ ഗ്രേവികളെല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കാം. പലരും ചോദിക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മൂപ്പിച്ചാൽ എന്താണ്? കാരണം ഇതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മൂപ്പല്ല ഈ മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ട് മൂപ്പിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾപ്പൊടി ഏകദേശം ഇത്ര ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരുപാട് കയ്പ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കുക. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു മീൻകറിയുടെ മണം ആയിട്ടുണ്ട്. ഓക്കെ, നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. നന്നായി തിളക്കണം. നമ്മുടെ അരപ്പ് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പുളി ഓരോ കഷ്ണവും ഇടാം. പുളിയുടെ വെള്ളം ഇടണമെന്നില്ല, കാരണം അതിനകത്ത് ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ വെള്ളം നമുക്ക് ഉപയോഗിക്കേണ്ട, പുളി മാത്രം പറക്കിയിട്ടാൽ മതി. പുളിയും ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കുക. ഓക്കെ, നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പിടുക. അപ്പോൾ ഓരോരുത്തർക്കും ഉപ്പിൻ്റെ പരുവം വ്യത്യസ്തമായിരിക്കും. നല്ല രീതിയിൽ ഒന്ന് ഇളക്കുക. നല്ലതായിട്ട് ഗ്രേവിയിൽ ഉപ്പ് പിടിക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെട്ടിക്കഴുകി വെച്ച മീൻ ഓരോന്നായി പറക്കിയിടാം. നമ്മൾ നേരത്തെ ഈ മീനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരുന്നു, അതും കൂടെ അവസാനം ഒഴിക്കേണ്ടതാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് കൂടുതൽ ഇളക്കണ്ട, കാരണം ഇത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ മീൻകറി തയ്യാറായി കഴിഞ്ഞു. നമ്മൾ പുളിയൊക്കെ ഇട്ടതിൻ്റെ നല്ലൊരു മണമുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. നമ്മുടെ മീൻകറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വെക്കാം, അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം.
കാരണം ഈ ചട്ടി ഇത്രയും ചൂടുണ്ടായതുകൊണ്ട് ഇതിനകത്ത് ഇരുന്ന് വെറ്റിക്കോളും, കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള കുടംപുളി ഇട്ട് വെച്ച മീൻകറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ചൂട് ആറുമ്പോൾ മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.